നീതി നിഷേധം ഈശ്വര നിന്ദയാണ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ. ഒരു നീതി എന്ന് പറയുമ്പോൾ എന്താണ്? അനീതി എന്ന് പറയുമ്പോൾ എന്താണ്? നീതി എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ കാര്യമാണ്. അനീതി എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ഒരു തെറ്റായ കാര്യം നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഈശ്വരൻ ഒരിക്കലും അത് പൊറുക്കുകയില്ല. ശരിയായ കാര്യമാണെങ്കിൽ ഈശ്വരൻ കൂടെ കാണും, അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും, ഈ ഞാൻ ഉൾപ്പെടെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാണ്. എനിക്ക് തന്നെ ഇപ്പം ഞാൻ എത്രയും കാര്യങ്ങളും മനസ്സിലാക്കി ജീവിച്ചാലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായിപ്പോയോ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അത് തെറ്റായിപ്പോയി, അങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നിങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ എന്താണ്, ഞാൻ ഈ മനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയതോടുകൂടി എന്താണ്, മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി സംസാരിക്കാനും ചെയ്യാനും ഒക്കെ തുടങ്ങും. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ എത്രയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാനും ശ്രമിച്ചാലും ചില സന്ദർഭങ്ങളിൽ നമുക്കത് കിട്ടത്തില്ല, കൈവിട്ടു പോകും. അതാണ് നമ്മൾക്ക് അപ്പോൾ തോന്നുന്ന ആ വിചാരത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ആ മനസ്സ് കൈവിട്ടു പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഇതെങ്ങനെ ഞാൻ തന്നെയാണോ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് പിന്നീട് തോന്നുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോഴൊന്നും നമ്മളുടെ മനസ്സ് നമ്മൾ നിയന്ത്രിക്കുന്നിടത്തല്ല എന്നതാണ്. നമ്മളുടെ മനസ്സ് നമ്മൾ നിയന്ത്രിക്കുന്നിടത്ത് അല്ലാതെ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ അരുതാത്തത് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ അത് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്കതുപോലെ ധ്യാനവും മറ്റു കാര്യങ്ങളും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുക. നമ്മളിങ്ങനെ ധ്യാനവും മന്ത്രവും ഒക്കെ ചൊല്ലിയിരിക്കുന്നവർക്ക് അധികം ദേഷ്യമൊന്നും വരത്തില്ല. അവരെല്ലാത്തിനും ഒരു മട്ടിലെന്ന് പറയുന്ന പോലെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയും വഴക്കിൻ്റെയോ ബഹളത്തിൻ്റെയും കാര്യം. ഇവരൊക്കെ ഇങ്ങനെ ശാന്തതയോടുകൂടി ചിന്തിക്കുന്നവരെന്താണെന്നറിയാം, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വലിയ വലിയ പാഠങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാവാം. ജീവിതം ഇതൊന്നുമല്ല. സമാധാനമില്ലാത്ത ജീവിതം ഒരിക്കലും ഒരു ജീവിതമാവുന്നില്ല. വാശിക്ക് വേണ്ടിയിട്ട് എന്തും പറയുന്നത് ഒരു ജീവിതമാവുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് ഇങ്ങനെ ഇത്തിരി പല പ്രശ്നങ്ങളെയും നിസ്സാരമായി കണ്ട് അതിനൊരു ആലോചിച്ച് കണ്ടെത്തിയ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പം അനീതി എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഈശ്വരൻ സഹിക്കുകയില്ല. എവിടെ നമ്മൾ നീതി നിഷേധിക്കുന്നുണ്ടോ അവിടെ ഈശ്വരൻ ഒരു കാരണവശാലുമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. അപ്പം ഈശ്വരനെ നിന്ദിക്കുക എന്നതാണ് ഈ നീതി ഒരാൾക്ക് നിഷേധിക്കുക എന്നതിലൂടെ പറയുന്നത്. അപ്പോൾ നീതിദേവത കണ്ടിട്ടില്ലേ, കണ്ണ് കെട്ടിയാണ് നിൽക്കുന്നത്. നീതിദേവതയ്ക്ക് തൻ്റെ മുന്നിൽ ആര് വരുന്നു എന്ന് അറിയേണ്ട കാര്യമില്ല. ദേവതയുടെ കയ്യിൽ ഒരു ത്രാസോ അല്ലേ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കാരെയും കാണണ്ട, പക്ഷെ എപ്പോഴും ആർക്കായിരിക്കണം വിജയം? നീതിക്കായിരിക്കണം വിജയം. അത് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പം നീതി നിഷേധിക്കുന്നിടത്ത് ഈശ്വരനില്ല, അവിടെ ഈശ്വരൻ നിന്നയാണ്. ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് നീതി നിഷേധിക്കുക എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുറ്റവാളിയല്ലാത്ത ഒരാൾ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അത് അവരുടെ നീതി നിഷേധിക്കുന്ന കാര്യമാണ്, അല്ലേ? എത്രയോ പേരങ്ങനെ ഒക്കെ മോശമായ കേസുകളൊക്കെ മറ്റുള്ളവരുണ്ടാക്കിയിട്ട് ചെയ്യാത്ത തെറ്റിന് തെളിവുകൾ ഉണ്ടാക്കി ഓരോരുത്തരെ ഉള്ളിൽ കിടക്കും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ അതെന്താണെന്ന് തെളിയിക്കപ്പെടും, അല്ലേ? എത്രയോ പേര്, ഒരുപാട് കേസുകളൊക്കെ ഇങ്ങനെ പത്രത്തിൽ മിക്കവാറും ഞാൻ വായിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളെക്കുറിച്ച്.
കാരണം ആരുടെയെങ്കിലുമൊക്കെ പ്രേരണയുടെ ഫലമായിട്ട് കേസ് കൊടുക്കും. അങ്ങനെ അയാളെ അകത്തിടും. പിന്നെ കുറേ നാൾ കഴിയുമ്പം കുറ്റബോധം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അയാളെ പുറത്തിറക്കാനുള്ള മാർഗം നോക്കും. പക്ഷേ നഷ്ടപ്പെട്ടത് ആർക്കാണ്? അയാൾക്കാണല്ലേ. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വേദനയ്ക്കുള്ള കണക്ക് എന്തായാലും അതാരാണോ ചെയ്തത് അവർക്ക് കൊടുക്കേണ്ടി വരും. അതിലൊരു മാറ്റമില്ല. ഇന്ന് നമ്മളോർക്കും അയ്യോ അവർ അല്ലെങ്കിൽ ആ സ്ത്രീ എന്തെല്ലാം കാര്യം അല്ലെങ്കിൽ അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടും അവൻ്റെ ജീവിതം എത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നമുക്ക് തോന്നും. പക്ഷേ അതൊരു സമയമാണ്. പറഞ്ഞല്ലേ, പാമ്പ് കടിച്ചാലും ചാകാത്ത സമയമുണ്ടെന്ന് പറയുന്നില്ലേ. വിഷപ്പാമ്പ് കടിച്ചാലും ചാകാത്ത സമയമുണ്ട്. പക്ഷേ ചില സമയത്ത് എന്താണ്, വേറെ എന്തെങ്കിലും ഒരു ചെറിയ ജീവി കടിച്ചാലും മരണം സംഭവിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റേതാണ്. ആ സമയം മാറാൻ അധികം നാളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതെല്ലാം തിരിഞ്ഞ് സംഭവിക്കുക തന്നെ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ ഭാഗം എപ്പോഴും ശരിയുടെ ഭാഗത്ത് തന്നെ നിർത്തിക്കൊണ്ട് ജീവിതത്തിലെ ഓരോ ദിവസവും തള്ളി നീക്കുക അല്ലേ. ഈശ്വരൻ നമ്മുടെ ഒപ്പമുണ്ട് എന്ന് എപ്പോഴും കരുതുക. നമ്മളാർക്കും നീതി നിഷേധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഒപ്പം ഈശ്വരൻ കാണും. നമ്മൾ ആർക്കെങ്കിലും നീതി നിഷേധിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വരനെ നിന്ദിക്കുകയാണ്, നമ്മുടെ കൂടെ ഈശ്വരൻ നിൽക്കുകയില്ല. ശരിയല്ലേ?